പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്ന് അമേരിക്കയുടെ 46ാമത്തെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഡിക് ചെനി ഈ കഴിഞ്ഞ 10-ാം തീയതി അന്തരിക്കുകയുണ്ടായി. ഡിക് ചെനിയുടെ ഒരു ലഘു ജീവചരിത്രമാണ് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, അമേരിക്കയുടെ 46ാമത്തെ വൈസ് പ്രസിഡന്റ്, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സമുന്നത നേതാവായിരുന്നു അദ്ദേഹം. അതായത് നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെയൊക്കെ പാർട്ടി. എന്നാൽ ഈ കഴിഞ്ഞ 2024 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഡൊണാൾഡ് ട്രംപിനെതിരെ മത്സരിച്ച കമല ഹാരിസിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. കമല ഹാരിസിന് വേണ്ടി വോട്ടും ചെയ്തു. കാരണം വെച്ചാൽ അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ 246 വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും മോശമായ ഒരു പ്രസിഡന്റ്, അല്ലെങ്കിൽ ഇത്രയും വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രസിഡന്റിനെ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്, ഡൊണാൾഡ് ട്രംപിനെ പോലെ. അപ്പോൾ അത്രയ്ക്ക് നിശിതമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഡിക് ചെനി. പക്ഷേ ഡിക് ചെനിയെ സംബന്ധിച്ച് കുറേ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. 2003 ഇറാഖ് അധിനിവേശത്തിൻ്റെ സൂത്രധാരൻ ഡിക് ചെനിയായിരുന്നു. 2003 ഇറാഖ് അധിനിവേശം. കാരണം സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ സർവനാശകരമായിട്ടുള്ള, അല്ലെങ്കിൽ നാശകരമായിട്ടുള്ള അണവായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാഖിനെ ആക്രമിക്കുകയാണ്. എന്നാൽ പിന്നീട് തെളിയുകയുണ്ടായി. അതായത് അന്നത്തെ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ബ്രിട്ടൻ്റെ അന്നത്തെ ടോണി ബ്ലെയർ പറഞ്ഞത് അവിടെ ഒരു മാരകായുധമോ അല്ലെങ്കിൽ ആണവമായി ബന്ധപ്പെട്ട ഒരു ആയുധവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശത്തിൻ്റെ ഒരു കഥയാണ് ഇറാഖ് ആക്രമണം. സദ്ദാം ഹുസൈനെ നിഷ്ഠൂരം വധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഉത്തരവാദി ഡിക് ചെനി ആയിരുന്നു. പക്ഷേ ഡിക് ചെനി നല്ലൊരു പ്രസംഗകനും നല്ല ഭരണകർത്താവും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഈ നവംബർ 10-ാം തീയതി അന്തരിച്ചു. എന്നിരുന്നാലും ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.